നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ വ്യവസായി ഗൗതം അദാനിക്കും എതിരായ ആക്രമണങ്ങൾക്ക് പിന്നിൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരോപണത്തോട് നിശിതമായി പ്രതികരിച്ച അമേരിക്ക ആരോപണങ്ങൾ നിഷേധിക്കുകയും അവ നിരാശാജനകമാണെന്ന് പറയുകയും ചെയ്തു. അന്വേഷണാത്മക റിപ്പോർട്ടിംഗ് പോർട്ടലായ OCCRPയുടെ പിന്നിൽ തങ്ങളാണെന്ന ആരോപണം ഉൾക്കൊള്ളുന്ന BJPയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ പരമ്പരയ്ക്ക് മറുപടിയായാണ് അമേരിക്ക രംഗത്തു വന്നത്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നിരാശാജനകമാണ് എന്നാണ് ന്യൂഡൽഹിയിലെ US എംബസി വക്താവ് പറഞ്ഞത്. ലോകമെമ്പാടുമുള്ള മാധ്യമ സ്വാതന്ത്ര്യത്തിന് അമേരിക്ക പ്രാധാന്യം നൽകുന്നുണ്ട്. സ്വതന്ത്രമായ മാധ്യമങ്ങൾ ഏതൊരു ജനാധിപത്യത്തിന്റെയും അത്യന്താപേക്ഷിത ഘടകമാണ്. അത് വിവരവിനിമയം സാധ്യമാക്കുന്നതിനൊപ്പം ക്രിയാത്മകമായ സംവാദത്തെ പ്രാപ്തമാക്കുകയും അധികാരത്തിലുള്ളവരെ ഉത്തരവാദിത്വത്തോടെ നിർത്തുകയും ചെയ്യുന്നു എന്നാണ് US വക്താവ് പ്രതികരിച്ചത്. ഇന്ത്യയുടെ പ്രതിച്ഛായയെ ദോഷകരമായി ബാധിച്ചുവെന്ന് പറഞ്ഞ് മോദി സർക്കാരിനെ വിമർശിക്കുന്ന കഥകളുടെ പേരിൽ ഇതാദ്യമായാണ് ഭരണകക്ഷി അമേരിക്കൻ സർക്കാരിനെ നേരിട്ട് ആക്രമിക്കുന്നത്. അമേരിക്കൻ നീതിന്യായ വകുപ്പും സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും US കോടതിയിൽ അദാനിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഏറ്റവും പുതിയ വിവാദം പൊങ്ങിയത്. BJPയുടെയും US എംബസിയുടെയും പ്രതികരണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ തയ്യാറായിട്ടില്ല. വാസ്തവത്തിൽ OCCRPയുടെ ഫണ്ടിങ്ങിന്റെ 50% US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നേരിട്ട് വരുന്നു. ഒരു ഡീപ് സ്റ്റേറ്റ് അജണ്ട നടപ്പാക്കുന്നതിനുള്ള ഒരു മാധ്യമ ഉപകരണമായി OCCRP പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി മോദിയെ ലക്ഷ്യമാക്കി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ഡീപ് സ്റ്റേറ്റിന് വ്യക്തമായ ലക്ഷ്യമുണ്ടെന്ന ആരോപണമാണ് BJP ഉയർത്തുന്നത്. BJP പ്രതിസ്ഥാനത്ത് നിർത്തുന്നവരുടെ കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമുണ്ട്. അമേരിക്കയുടെ ഈ കളിയിൽ രാഹുലും ഒരു കരുവാണെന്ന BJP ആരോപണത്തെ കോൺഗ്രസ് തള്ളിക്കളഞ്ഞു. US ബിസിനസ്സുകാരനായ ജോർജ് സോറോസിനെയും BJP പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട്. OCCRPയുടെ റിപ്പോർട്ടുകളിൽ അഭിപ്രായം പറയാൻ കോൺഗ്രസ് പാർട്ടി വാർത്താ സമ്മേളനങ്ങൾ നടത്തിയെന്നും BJP ആരോപിച്ചു. പ്രധാനമന്ത്രി മോദിക്കെതിരെ ആക്രമണം നടത്താനും തെറ്റായ വിവരണങ്ങൾ പ്രചരിപ്പിക്കാനും പാർലമെന്റിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനും കോൺഗ്രസ് തയ്യാറാകുന്നത് ഇതിന്റെ പേരിലാണ് എന്നാണ് BJP ഉയർത്തിയ ആക്ഷേപം. അദാനിക്കെതിരെ നിരന്തരം കോൺഗ്രസ് നടത്തി വന്ന ആരോപണങ്ങൾ അവഗണിച്ച് അദാനിയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു പോന്ന മോദി ഗവൺമെന്റിന് അമേരിക്കയിൽ അദാനി ഗ്രൂപ്പിനെതിരെ കേസ് വന്ന പശ്ചാത്തലത്തിൽ ശ്രദ്ധ തിരിക്കാൻ കോൺഗ്രസിനെതിരെ പുതിയ ആരോപണം ഉന്നയിക്കുകയാണ് എന്നും കോൺഗ്രസ് വക്താവ് പറഞ്ഞു. BJPയുടെ ആക്ഷേപത്തെ നിയമപരമായി നേരിടുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എത്രയൊക്കെ സംരക്ഷിച്ചിട്ടും അദാനിക്കെതിരെ അമേരിക്കയിൽ വന്ന കേസിൽ BJP അസ്വസ്ഥരാണ്. അതിനെ ഇങ്ങനെ നേരിടാനാവുമോ എന്ന് കാത്തിരുന്നു കാണാം.